ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മാഷ്മല്ലോൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് ഒരിക്കലും ഈ ഒരു മാഷ്മല്ലോ മേടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കില്ല. അത്രയും എളുപ്പമാണ്. എന്നാൽ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ജലാറ്റിന് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ജലാറ്റിന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം 1/2 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊന്നും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി എടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ പൊടിച്ച പഞ്ചസാര ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഇനി പഞ്ചസാരയുടെ മിക്സ് ഒരു അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. ഇതിൽ എന്തെങ്കിലും തരികൾ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മാഷ്മല്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ചുറ്റിലും നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ആ പൊടി കൂടി, ഷുഗറിൻ്റെ പൊടി കൂടി ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാരയും 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവണം. അത്രയും തിക്കായിട്ട് വരണം നമ്മുടെ ഈ ഷുഗറിൻ്റെ മിക്സ്. അപ്പോൾ ആദ്യം ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ബൗളിൽ ഒരല്പം വെള്ളം എടുക്കുക. തണുത്ത വെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സാധാ വെള്ളം എടുത്താലും മതി. അതിലേക്ക് ഒരല്പം ഒന്ന് ഷുഗറിൻ്റെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ടൈം നോക്കിയപ്പം നന്നായിട്ട് ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അതാകുന്നത് വരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ മാഷ്മല്ലോ റെഡിയാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രം ആദ്യമേ റെഡിയാക്കി വെക്കണം. ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മറന്നു പോകരുത്. അത് കാരണം മാഷ്മല്ലോ പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി ഉടനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതിലേക്ക് വളരെ പിഞ്ചളവിൽ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ പിഞ്ചളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ജലാറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് ഒന്നും കൂടി ഡിസോൾവ് ആകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കൂടുതൽ നേരം വേണ്ട, 1 മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്തെങ്കിലും അങ്ങനെ കട്ടയായിട്ട് കിടന്ന ജലാറ്റിനൊക്കെ ഉണ്ടെങ്കിൽ അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 1 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ജലാറ്റിൻ ചേർത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫോമായിട്ട് അങ്ങ് പൊങ്ങി വരും. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയ പാത്രത്തിലൊന്നും നിങ്ങളിത് ചെയ്തെടുക്കരുത്. ഇതേപോലെയുള്ള ഏകദേശം ഇത്ര വലുപ്പത്തിലുള്ള പാത്രത്തിലെങ്കിലും ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചൂടൊന്നും മാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ചൂടോടെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഒത്തിരി ടൈം എടുക്കും നമ്മൾ അത് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കുറച്ചധികം സമയം എടുക്കുമെന്ന് മാത്രം. ഇനി നമുക്ക് നന്നായിട്ട് ക്രീമി ആയിട്ട് നല്ല വൈറ്റ് കളറായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ മാഷ്മല്ലോ ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വാനില ഫ്ലേവറിലുള്ള മാഷ്മല്ലോ ആണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ 2 കളറിലായിട്ടാണ് മാഷ്മല്ലോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം വൈറ്റ് കളറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം വൈറ്റ് കളറ് ഒരല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ബാലൻസ് വന്ന നമ്മുടെ ഈ മിക്സിയിലേക്ക് ഒരല്പം ബ്ലൂ കളറ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളർ ഒന്നും തന്നെ ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. വൈറ്റ് കളറിലുള്ള മാഷ്മല്ലോ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വേറൊരു വ്യത്യാസമൊന്നുമില്ല. കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ഈ മിക്സ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പം നമ്മൾ ആദ്യം ഒഴിച്ച് മിക്സ് സെറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചെയ്യരുത്. ഞാൻ ബാക്കി വന്ന നമ്മുടെ ആ ഷുഗറിൻ്റെ മിക്സ് ഒന്നും മുകളിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യരുത്. ഞാൻ ഫ്രിഡ്ജിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ 4 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാലും മതി. നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല വെക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങെടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പതിയെ അങ്ങ് റിമൂവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ സൈഡിലൊക്കെ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് മാറ്റുന്നത്. ബട്ടർ പേപ്പർ അടക്കം കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഇതാ പതിയെ അങ്ങ് നമുക്ക് വലിച്ചു കൊടുക്കാം. അപ്പോൾ വലിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച പഞ്ചസാരൻ്റെ മിക്സിയില്ലേ, അത് ഇതേപോലെ അങ്ങ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലും കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പോകും. അപ്പോൾ ഇതേ നമ്മുടെ മാഷ്മാലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ടെക്സ്ചർ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. അതായത് നമ്മൾ മാഷ്മാലോ സെറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾ ഈ വൈറ്റ് ഷുഗർ അങ്ങ് ഇട്ട് കൊടുക്കണ്ട. നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയതെന്ന്. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പം കത്തിയിൽ ഒരല്പം ആ ഷുഗറിൻ്റെ പൗഡർ കൂടി ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്